പാലായി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വലിയ സ്ഥലത്ത് ചെയ്യുന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന ജോലി എല്ലാവർക്കും ഒരു മാതൃകയായി വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് അതായത് ഒരു മന്ത്രി ഉണ്ടായിരുന്ന സമയത്ത് നിയമവകുപ്പ് മന്ത്രി ഉണ്ടായപ്പോൾ പാലക്കാരായ നമ്മൾ ഈ കൗൺസിൽ നിങ്ങളുടെ മുൻഗാമികളും ഇപ്പൊ ഇരിക്കുന്ന ചെയ്തിരിക്കുന്ന കേമാണി സാറിന്റെ നേതൃത്വത്തിൽ റൂള് സൈക്കോ സോഷ്യൽ റിഹാബിലിറ്റേഷൻ രജിസ്ട്രേഷൻ PWD ആക്ടിന്റെ കീഴിൽ ഉണ്ടാക്കി. ഇവിടെ വന്ന ആളുകൾ ഞാൻ ADMKയുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡിസേബിളാണ്. ഇന്ന് ഇത് ഇനാഗ്രേറ്റ് ചെയ്ത ആള് ഡിസേബിൾഡ് ആയിട്ടുള്ള IAS ആയിരുന്നു. ഇവിടെ ഇതിനോട് നടന്ന കലാപരിപാടികളെല്ലാം ഡിസബിലിറ്റി ഉള്ള ആളുകളാണ് കൂടുതൽ. ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽപ്പെട്ട് വലിയ സ്ഥലത്ത് എത്തിപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ആളുകൾക്ക് കൃത്യമായ മരുന്നും ആഹാരവും സമയത്ത് ലഭിക്കുമ്പോൾ അവർക്ക് രോഗം ഭേദമാകുകയും നമ്മളെപ്പോലെയൊക്കെ തന്നെ സാധാരണ നമ്മുടെ സഹോദരങ്ങൾ പോലെ തന്നെയാണ്, സഹോദരി പോലെ തന്നെയാണ് വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ള നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണ് ആകുന്നത്. പക്ഷെ അവരുടെ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ആരും ഇവിടെ വരാറില്ല. നമ്മള് പരിസ്ഥിതിപരമായിട്ട് നമുക്ക് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 5 ലക്ഷം രൂപയാണ് നമ്മൾ മാറ്റി വെച്ചത്. ഇപ്രാവശ്യം വളരെ പരിമിതികളുണ്ടായിരുന്നു. ഫണ്ട് മുനിസിപ്പാലിറ്റിയിൽ വളരെ കുറവാണ്. എന്നാലും നമ്മൾ 10 ലക്ഷം രൂപ തുക എത്തിച്ച് ഫണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു ഒത്തിരി സന്തോഷത്തോടെയാണ് നിങ്ങളോട് പറയുന്നത്. 10 ലക്ഷം എന്ന് ബാക്കി നമുക്കറിയാം നമ്മുടെ ഓരോ വാർഡുകളിലേക്കുള്ള ഫണ്ടൊക്കെ കുറഞ്ഞു പോയായിരുന്നു. എന്നാലും ഇതിന്റെ പ്രാധാന്യം നമുക്കറിയാം. ഇത് പാലാ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അറിയാം. സന്തോഷത്തോട് പറഞ്ഞ പോലെ ഒരു ഡിഗ്നിഫൈഡ് ഡെത്ത് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നത് വളരെ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നുണ്ട്. 10 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി ഫണ്ട് വരുന്നതനുസരിച്ച് അത് കൂട്ടാൻ പറ്റുമെന്ന് തന്നെ ഇവിടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 2ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ഇത്രയും വലിയൊരു പ്രോഗ്രാം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ കൂടെ എല്ലാം ഇത്രയും സമയം ഒന്ന് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന നല്ലൊരു സഹായം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിലും അതിൻ്റെ തുക നമ്മൾ കൂട്ടിക്കൊണ്ട് വരുന്നതാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഇനിയും മുന്നോട്ടുണ്ടാവുന്നതാണ്. കൗൺസിലർ വിളിച്ചാൽ പോലും അദ്ദേഹം നോ പറയാറില്ല. ഇപ്പൊ വൈജു പറഞ്ഞ പോലെ കഴിഞ്ഞ ജനുവരിയിൽ ഒരു അമ്മച്ചി മരിച്ചു എന്റെ വാർഡില്. ഇവിടെ കൊണ്ടുവന്ന് ആക്കാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതുപോലെ ഇവിടെ പണി നടക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരോ വീടുകളിലുള്ളവർക്ക് അറിയാം എന്തുമാത്രം ഒരാളെ കൊണ്ട് തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്ന്. ചിലർ സന്തോഷത്തോടെ സഹിക്കുന്നു, ചിലര് ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ അവർക്ക് ഏതായാലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങളുടെ വളരെ ഒത്തിരി കാലം നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രായമുള്ളൊരു ഗ്രാമീൺ ലേഡി ഒത്തിരി വീണ് കിടപ്പായി. അപ്പം നോക്കാനുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ഇവിടെ സന്തോഷിനെ ഏൽപ്പിച്ച സന്തോഷം വളരെ ആത്മാർത്ഥമായിട്ട് വളരെ നന്നായി. വളരെ ഒരു ചെറിയ പ്രസ്ഥാനമായിട്ട് തുടങ്ങി ഇന്ന് ഏകദേശം 550ഓളം ആളുകളെയാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ചവരെല്ലാം പറഞ്ഞതുപോലെ വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടി തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് പലരുടെയും സഹായത്തോടുകൂടി വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം സന്തോഷ് പറഞ്ഞ ഏറ്റവും കൂടുതൽ ആളുകളെ വിടുന്നത് എൻ്റെ വാർഡിൽ നിന്നാണെന്ന്. കാരണം ഞാൻ ടൗൺ വാർഡായതുകൊണ്ട് ടൗണിൽ കൗൺസിലറിയുടെ ചുറ്റുമായിരിക്കും കൂടുതലും ആൾക്കാർ ഇരിക്കുന്നത്. വിവിധ സാഹചര്യങ്ങളാൽ ഏതാണ്ട് 550ഓളം പേര് അതിഥികളായി ഇവിടെ വർഷങ്ങളോളം യാതൊരു പരാതിയും പരിഭവമില്ലാതെ ഇത് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ പാലാ നഗരസഭയെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു സാംസ്കാരിക നഗരത്തിന് തെരുവ് അലഞ്ഞെടുക്കുന്നവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട്. പക്ഷെ നമുക്കറിയാം അവരെ സംരക്ഷിക്കുക, പുനരധിവസിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് നഗരസഭയ്ക്കുള്ളതെങ്കിൽ ഒരുപക്ഷെ ഈ വലിയ സദനമില്ലായിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ യാഥാർത്ഥ്യപരവാദിച്ച് നടത്തുന്നതിനോ നമുക്ക് പാലായിലെ തെരുവുകളിൽ അന്തിയുറങ്ങുന്നവരെ പുനരധിവസിപ്പിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തതെന്ന് ദൈവിക വചനം ഉൾക്കൊണ്ടോട് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം പാലായിലെ മാത്രമല്ല കേരളത്തിൽ ലോകത്തിന്റെ മേൽ അഭിമാനം